ശ്രീ വി കെ സനോജ്, എന്ത് പൊളിറ്റിക്സ് ആണ് നിലമ്പൂരിൽ എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. 5-ാം തീയതി കഴിഞ്ഞാലേ നമുക്ക് മത്സരചിത്രം പൂർണ്ണമാവുകയുള്ളൂ എങ്കിലും ഭരണവിരുദ്ധ വികാരം എന്നുള്ള വിഷയത്തിൽ ഒരുപക്ഷെ PV അൻവർ എന്നും UDF എന്നും BJP എന്നും 3 സ്റ്റേക്ക് ഹോൾഡേഴ്സ് വന്നേക്കാം. അപ്പോൾ അതിനപ്പുറത്ത് പല വിഷയങ്ങൾ, ആരുടെയൊക്കെ വോട്ട് വേണം വേണ്ട തുടങ്ങിയ ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. എന്ത് പൊളിറ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണ് LDF വോട്ട് സമാഹരിക്കുക? ഞങ്ങളുടെ സർക്കാർ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു, ഞങ്ങളുടെ 3-ാം ഊഴത്തിന്റെ ഒരു തുടക്കം ഇവിടെ നിന്നാകട്ടെ എന്ന് പറഞ്ഞായിരിക്കുമോ? തീർച്ചയായിട്ടും കേരളത്തിന്റെ സമഗ്രമായിട്ടുള്ള വികസനം, ആ വികസനം മുന്നോട്ട് നയിക്കാൻ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളുണ്ട്. അത് ആ ശ്രമത്തിന് കക്ഷി രാഷ്ട്രീയ അതീതമായി വലിയ അംഗീകാരമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള വെറും പാഴായി പ്രഖ്യാപനങ്ങളല്ല നടത്തിയത്. ഞങ്ങൾ ഒന്നാമത് ഗവൺമെന്റ് വന്ന സമയത്ത് 600 കാര്യങ്ങൾ ചെയ്യുമെന്നായിരുന്നു പ്രഖ്യാപിച്ചത്. ആ 600 കാര്യങ്ങൾ ചെയ്ത് ആ കാര്യങ്ങൾ സംബന്ധിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാ വർഷവും പ്രസിദ്ധീകരിച്ച് അങ്ങനെയാണ് ഒരു 2-ാം ഭരണത്തിലേക്ക് വന്നത്. അങ്ങനെ തുടർ ഭരണത്തിലേക്ക് വരുന്ന സന്ദർഭത്തിലും ഇടതുപക്ഷം 900 കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ കൂടി ജനങ്ങൾക്ക് മുമ്പിൽ മുന്നോട്ട് വെച്ചത്. ആ 900 കാര്യങ്ങൾ സംബന്ധിച്ച് ചെയ്തതും ഇനി ഒരു വർഷത്തിനിടയിൽ പൂർത്തീകരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളുടെ പുരോഗതിയും വിലയിരുത്തിക്കൊണ്ട് പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കി ഈ 4-ാം മന്ത്രിസഭയുടെ വാർഷികത്തിൽ. ആ 4-ാം വാർഷികത്തിന്റെ സമയത്ത് 900 കാര്യങ്ങൾ കൂടാതെ 83 കാര്യങ്ങൾ വീണ്ടും, അങ്ങനെ 983 കാര്യങ്ങൾ ചെയ്ത് കാണിച്ച് അതിൽ വലിയ അംഗീകാരം ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ഇനിയും ഈ ഒരു വർഷത്തിനിടയിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് വികസനത്തിന്റെ കാര്യങ്ങൾ പറയാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല, യാതൊരു ഭയവുമില്ല. ആ കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ശശി തരൂരിനെ പോലെയുള്ള മുതിർന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് തന്നെ ഇടതുപക്ഷം നടത്തിയിട്ടുള്ള സ്റ്റാർട്ടപ്പ് മേഖലയിലെ മുന്നേറ്റം സംബന്ധിച്ച്, ഈ നാട് നേടിയിട്ടുള്ള മുന്നേറ്റം സംബന്ധിച്ച് ദേശീയ മാധ്യമത്തിൽ തന്നെ ലേഖനം എഴുതേണ്ടി വന്നല്ലോ. അപ്പൊ ഇതെല്ലാം നമ്മുടെ മുമ്പിൽ കാണുന്ന അനുഭവമാണ്. അപ്പൊ ആളുകൾക്ക് ഇതെല്ലാം തൊട്ടറിയാൻ വേണ്ടി കഴിയുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അതൊക്കെ ശരി തന്നെ. സനോജ്, ഞാൻ നേരത്തെ കോൺഗ്രസിനോട് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യം ചോദിച്ചിരുന്നു, അതുപോലെ താങ്കളോടും ചോദിക്കുകയാണ്. ഇവിടെ ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ടല്ലോ. ഭരണവിരുദ്ധ വികാരത്തെ 2ആയിട്ട് ഭിന്നിപ്പിക്കാൻ അൻവർ മത്സരിക്കുന്നു. അൻവറിന് കുറച്ചധികം വോട്ടുകൾ സമാഹരിക്കാനുള്ള കഴിവുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഭരണവിരുദ്ധ വികാരം 2ആയി സ്പ്ലിറ്റ് ചെയ്തു പോകുന്നു. നിർത്താവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ, പൊതുസമൂഹത്തിലും മതിപ്പുള്ള സ്ഥാനാർത്ഥിയെ നിങ്ങൾ നിർത്തുന്നു. അപ്പോൾ ജയിക്കേണ്ടതാണ്. ജയിച്ചില്ലെങ്കിലോ ഈ തെരഞ്ഞെടുപ്പിൽ M സ്വരാജ് തോൽക്കുകയാണെങ്കിൽ പിണറായി വിജയൻ സർക്കാരിന് ജനങ്ങൾ നെഗറ്റീവ് മാർക്ക് ഇട്ടിരിക്കുന്നു. ഇത് 3-ാം പിണറായി സർക്കാർ എന്ന മോഹത്തെ തല്ലിക്കെടുത്തുന്നതാണെന്ന് സമ്മതിക്കുമോ? ജയിക്കാതിരിക്കുന്ന പ്രശ്നമില്ല അഭിലാഷേ. ഇടതുപക്ഷം ഇവിടെ ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. ഇടതുപക്ഷം വിജയിക്കും. മാത്രവുമല്ല, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ സഖാവ് M സ്വരാജാണ്. M സ്വരാജിനുള്ള ജനകീയമായിട്ടുള്ള അംഗീകാരം കഴിഞ്ഞ 2-3 ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂരിലെ ജനതയും കേരളവും ആകെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജയിക്കാതിരിക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആലോചനയിൽ പോലും ഇല്ലാത്ത ഒരു കാര്യമാണ്. അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ വെറുതെ ഇവിടെ അഭിപ്രായം പറഞ്ഞ് സമയം കാണേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. ഞങ്ങൾ ജയിച്ചിരിക്കും. M സ്വരാജിൽ കൂടി ഈ കേരളം 3-ാമതും ഇടതുപക്ഷത്തിന്റെ ഭരണം തുടരും എന്നതിന്റെ ഒരു വിജയ പ്രഖ്യാപന വിളംബരമായിട്ട് മാറും. ശരി, അതായത് രണ്ടു കൂട്ടരും ജയിക്കാൻ വേണ്ടി മാത്രമുള്ള മത്സരമായി കാണുന്ന മത്സരമാണ്. അതാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയും. തീപ്പൊരി പാറും അവസാനത്തെ ലാപ്പിൽ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട.